ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റഡി ഓൺ ബാങ്കിങ് ഓപ്പറേഷൻസ് അറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പോൾ നമ്മളുടെ ഏതാണോ ടോപ്പിക്ക് വരുന്നത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്റ്റഡി ഓൺ കഴിഞ്ഞിട്ട് ഏതാണോ റിലേറ്റഡ് ടോപ്പിക്ക് വരുന്നത് ആ ടോപ്പിക്ക് അവിടെ എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസും കാര്യങ്ങളും എഴുതുക. പിന്നെ സബ്മിറ്റഡ് ബൈ നിങ്ങളുടെ പേരെന്താണോ പേര് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ നമ്പർ എഴുതുക. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ക്രൈസ്റ്റ് കോളേജ് ഇയർ എഴുതുക. ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് പേജിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് സെക്കൻഡ് പേജാണ്. സെക്കൻഡ് പേജിലുള്ളത് സർട്ടിഫിക്കറ്റ് ഫ്രം ദി കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന നാളെ നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും കമ്പനീനകത്ത് നിന്ന്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വെക്കണമെന്നില്ല. ആ സർട്ടിഫിക്കറ്റിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ സർട്ടിഫിക്കറ്റിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കളർ പ്രിൻ്റ് ഔട്ട് ഇതിൻ്റെ റിപ്പോർട്ടിനകത്ത് വെച്ചാൽ മതിയാവും. കളർ പ്രിൻ്റ് ഔട്ട് വെക്കുക. അതിനുശേഷം അടുത്ത പേജ് വരുന്നത് അക്നോളജ്മെൻ്റ് ആണ്. അക്നോളജ്മെൻറ്റിൽ നിങ്ങൾ അക്നോളജ് ചെയ്യുക. ആരെയാണോ നിങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത് അവരെയൊക്കെ നമ്മൾ അക്നോളജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അക്നോളജ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് സമ്മറി ഓഫ് ദ റിപ്പോർട്ടാണ്. ഓവറോൾ എന്താണ് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു 1 പേജസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താണെന്നുള്ളത് ഒരു സമ്മറി പറയുക കേട്ടോ. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സമ്മറിയുടെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി നിങ്ങളൊരു 1/2 പേജ് ഓർ 1 പേജിനകത്തത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ ഒരു പേജിനകത്ത് ഉണ്ടാവേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇത്രയും കണ്ടൻറ്റാണ് നിങ്ങളുടെ ഇനിയുള്ള എല്ലാ പേജസിലും വരേണ്ടത്. അപ്പോൾ അതിൽ ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് അത് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, നിർബന്ധമില്ല. നമ്മളുടെ ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ എന്തെങ്കിലും ടേബിളോ കാര്യങ്ങളോ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ടേബിൾസും ഫിഗേഴ്സും വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 1 അത് ബ്രീഫ് ഇൻഡസ്ട്രി പ്രൊഫൈലാണ്. ഏത് ഇൻഡസ്ട്രിയാണ് ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ ബാങ്കിങ് ഇൻഡസ്ട്രി വരും. സോ ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം എടുത്താൽ മതി. ജസ്റ്റ് വെറുതെ ഏതെങ്കിലും കണ്ടന്റ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആ ഇൻഡസ്ട്രീനെ കുറിച്ച് എന്തൊക്കെയാണ്, ആ ഇൻഡസ്ട്രിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ റെലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കണ്ടന്റ് മാത്രം വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 ഇൻട്രൊഡക്ഷൻ ടു ദ കമ്പനി. നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഇൻട്രൊഡക്ഷനാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് കമ്പനി റിലേറ്റഡ് ടു ദ കമ്പനി. നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കമ്പനീനെ കുറിച്ച് കൊടുക്കുക. പിന്നെ ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ അനാലിസിസ്. നിങ്ങൾ എന്തൊക്കെയാണോ കമ്പനിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡീറ്റെയിൽസ് ഓർഗനൈസേഷൻ സ്റ്റഡി പോലെ തന്നെയാണ് അനാലിസിസിനകത്ത് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, കമ്പനിയുടെ അകത്ത് എന്തിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കമ്പനിയിൽ നടക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതാണ് ഓർഗനൈസേഷണൽ അനാലിസിസിൻ്റെ പാർട്ടിൽ വരുന്നത്. പിന്നെ ചാപ്റ്റർ 4 വരുമ്പോൾ ഇൻറ്റേർണിങ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഒരു 1 month ഓഫ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ചാപ്റ്റർ 5 ഫ്യൂച്ചർ റെക്കമെൻഡേഷൻ ഫോർ suitable course of action in the organizational context for your recommendations. എന്തൊക്കെയാണ് നിങ്ങളവിടെ ഓർഗനൈസേഷൻ അനാലിസിസിൻ്റെ പാർട്ടിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നു, കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ചാപ്റ്റർ 6 നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ക്ലാസ് റൂം ലേണിംഗ് പ്ലസ് നിങ്ങളുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന
ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, അത് ചാപ്റ്റർ 5-നകത്ത് വെക്കുക. പിന്നെ അപ്പൻഡിസസ് വരുന്നത് നിങ്ങൾക്ക് അഡീഷണലി എന്തെങ്കിലും ഫയൽ അവരുടെ എന്തെങ്കിലും വെക്കാനുണ്ട്, ഡീറ്റെയിൽസ് എക്സ്ട്രാ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പറയും ഇപ്പോൾ വല്ല ക്വസ്റ്റനാറിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റ് വെക്കാം. അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ചെറിയ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കമ്പനീനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ട്, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അപ്പൻഡിസസിനകത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് നിങ്ങളുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് വേണ്ടത്. ഇതിനകത്ത് ചാപ്റ്റർ 3 ഓർഗനൈസേഷണൽ അനാലിസിസിനകത്താണ് മെയിനായിട്ടുള്ള അനാലിസിസ് പാർട്ട് വരുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്തൊക്കെ അവിടുത്തെ വർക്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഓർഗനൈസേഷൻ അനാലിസിസിൻ്റെ പാർട്ടിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയാണ് ചാപ്റ്റേഴ്സ് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് അങ്ങനെ വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ചാപ്റ്റർ 1 കൊടുക്കും. ഇതേപോലെ മിഡിലാണ് ചാപ്റ്റർ 1 കൊടുക്കേണ്ടത്. ചാപ്റ്റർ 1 പേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേജിലായിരിക്കും ചാപ്റ്റർ 1ൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ കണ്ടൻറ്റ് എഴുതുക. എത്ര പേജ് വേണം എന്നുള്ളതല്ല, ഓരോ ചാപ്റ്ററിന് ഇപ്പോൾ എത്ര പേജ് എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ്, സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചാപ്റ്റർ 2-ലെ കണ്ടൻറ്റ്, ചാപ്റ്റർ 3 അങ്ങനെ വരും. പിന്നെ ഏറ്റവും ടോപ്പിക്ക് ഫുള്ളായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതുമ്പോൾ ഡബിൾ സ്പേസ്ഡ് ആയിരിക്കണം. ഡബിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ഡബിൾ സ്പേസ്, എനിക്കറിയാം 2 ആണ് ഡബിൾ സ്പേസ് ആയിട്ട്, അതായത് ഓരോ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ APA ഫോമാറ്റ് എന്ന് പറയാറുണ്ട്. APA ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റൈലാണ്, റൈറ്റിംഗ് സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റെഫറൻസ് വെക്കുന്നുണ്ടെങ്കിൽ ആ റെഫറൻസിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലാണ് APA ഫോമാറ്റിനകത്ത് വരുന്നത്. ഇതാണ് APA ഫോമാറ്റ്. എങ്ങനെയാണ് റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഡബിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് ഇത്രയാക്കുക എന്നുള്ളതാണ്. 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പാണ്. പിന്നെയുള്ളത് പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡ് മാർജിനാണ്. മാർജിൻ 1 to 1.25, അതായത് നമ്മൾ സ്പേസ് ഗ്യാപ്പ് ഇടുന്നതാണ്. അത് ടോപ്പിൽ 1, ഈ സൈഡിൽ 1, ഏറ്റവും താഴെയും 1 ആണ് പേജിൻ്റെ. ഈ സൈഡിൽ 1.25 ആണ് വരേണ്ടത് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുമ്പോൾ നമ്മൾ 1.25 കൊടുക്കണം. പിന്നെ ഫോണ്ട് ന്യൂ റോമനിലാണ് ഫോണ്ട് കൊടുക്കേണ്ടത്. ടൈംസ് ന്യൂ റോമൻ 12, അതായത് നമ്മളുടെ കണ്ടൻറ്റിനാണ് കേട്ടോ ഇത് വരേണ്ടത്. ഇപ്പോൾ ഇവിടെയൊക്കെ എഴുതിയിട്ടുള്ള കണ്ടൻറ്റുകൾക്കാണ് ടൈംസ് ന്യൂ റോമൻ കൊടുക്കുന്നത്. ഈ കണ്ടൻറ്റിനാണ് 12 കൊടുക്കുന്നത് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സിനും അല്ലെങ്കിൽ നമ്മൾ വലിയ ഹെഡിങ്സ് കൊടുക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മെയിൻ ഹെഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ നമ്മളൊരു 18 കൊടുത്തിട്ടുണ്ട് മിഡിലിനകത്ത് കൊടുക്കുമ്പോൾ, മെയിൻ ഹെഡിങ്സ് കൊടുത്തിട്ടുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഒരു സെൻറ്റൻസിൻ്റെ ഹെഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 14 കൊടുക്കാം. ഒരു പാരഗ്രാഫിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14 കൊടുക്കാം. പിന്നെ അതുപോലെ റൈറ്റിങ്സ് 12 കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഇത് വരുന്നത്. പിന്നെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കുക. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടൻറ്റ് കൊടുക്കും, അതായത് ഈ ഇൻട്രൊഡക്ഷനകത്ത് വരുന്ന ബോഡി പാർട്സ് എഴുതില്ലേ, റൈറ്റിങ്സ് ഉണ്ടാവില്ലേ, അതെപ്പോഴും അലൈൻമെൻറ്റ് എന്തായിരിക്കണം, ഈ ഒരു രീതിയിലായിരിക്കണം, ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. കറക്റ്റ് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എഴുതുമ്പോൾ.